ഇപ്പൊ ഡോഹിയും ചെയർമാൻ പോസ്റ്റ് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് അവള് സൈൻ ഇടും. അതോടെ അവള് സന്തോഷത്തി, ഓ മിഷിൻ, എനിക്ക് ഇപ്പോഴാ സന്തോഷമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന. ഇനി എനിക്ക് ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഡ്രിങ്ക് ചെയ്താലോ. എന്നിട്ട് ഇവള് വയ്ക്കുമ്പോഴാണ് സെക്രട്ടറിയും, സോറി ഡ്രിങ്ക് ചെയ്യാം, പക്ഷെ ഒരു കപ്പാണെങ്കിൽ സമ്മതം, അതിൽ കൂടുതലാണെങ്കിൽ ഞാനില്ല. എന്നിട്ട് ഇവര് പറയുമ്പോഴാണ് അവളും, ഓ ഒരു കപ്പൊക്കെ മതി, വാ ഇന്ന് രാത്രി നമുക്ക് പൊളിക്കാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഡീൽ ചെയ്യും. അതേസമയം ഇപ്പം സിയോക്കായിട്ട് സംസാരിച്ചിട്ട് ജിയോങ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അതിനുശേഷം അവനും ആ കില്ലറിന്റെ ഫേസ് ഒക്കെ ഓർമ്മ വെച്ച് ആ ചീഫിനോട് വരയ്ക്കാൻ പറ്റും ചോദിക്കുമ്പോഴാണ് ചീഫിന്റെ അസിസ്റ്റന്റും അത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കാണിക്കും. ഇതോടെ അവൻ ഇംപ്രസ് ആയി, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ലേ നിങ്ങൾ, എന്റെ മൈൻഡിലുള്ളത് അതേപോലെ വരച്ച് കീപ്പ് ഇറ്റ് അപ്പ് എന്ന് ഇവനും പറയും. അപ്പോഴാണ് ചീഫും ജിയോങ്ങിന് അവന്റെ പകുതി ഫേസ് ഓർമ്മ ഉള്ളതുണ്ട് അത് അതേപോലെ മിറർ ചെയ്ത് ഫുൾ ഫേസ് ആക്കാൻ പറയും. അപ്പോഴാണ് അവസാനം ആ കില്ലറിനെ പോലെ തന്നെ സ്കെച്ച് കിട്ടും. ഇതോടെ ജിയോങ് സന്തോഷത്തി, കിട്ടിയാടാ കള്ള, ഇനി നിനക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനേ പറ്റത്തില്ല. ഏതിനെ കില്ലറിനെ തീർക്കാൻ വേണ്ടി ജിയോങ്ങും പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അതേസമയം മറ്റേ ഗ്യാങ്ങും ജിയോങ്ങിന്റെ വീട് ഫുള്ളും വൃത്തിയാക്കി ഇവന്റെ അടുത്തേക്ക് ഇനി ആരും വരാതിരിക്കാൻ വേണ്ടി അവന്മാര് പ്രൊട്ടക്ഷന് നിൽക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് പാർക്കും ജിയോങ്ങിനെ ഫോൺ വിളിച്ച് അവനെ നേരിട്ട് വരാൻ പറയും. അതിനുശേഷം അവൻ അവിടേക്ക് വരുമ്പോഴാണ് ഇവമെല്ലാം ജിയോനെ കണ്ട്, ബോസ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയോ, നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കടന്നിട്ട് ഇനി ആരായാലും അകത്തേക്ക് വരുത്തുള്ളൂ, ഫുൾ പ്രൊട്ടക്ഷനാ. എന്നിട്ട് ഇവന്മാര് പറയുമ്പോഴാണ് അവനും, എടാ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഞാനൊന്നും നിങ്ങളുടെ ബോസ് ആവത്തില്ലെന്ന്, കൂടാതെ നിങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിന്ന എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ പേടിച്ച് ഇവിടെ നിന്ന് പോകും. ഞാനിവിടെ പെർഫോമൻസ് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക, അത് മൊത്തത്തിൽ നിങ്ങൾ നശിപ്പിച്ച് കളയോ, നിങ്ങൾ സത്യത്തിൽ തെരുവ് നായിക്കളാടാ. എന്നിട്ട് ഇവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവന്മാരെ കുറിച്ച് മോശമായിട്ട് അറിയുമ്പോഴാണ് അവന്മാരൊക്കെ ചിരിച്ചിട്ട്, എടാ കണ്ടോടാ ബോസ് നമ്മുടെ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞ്, ബോസെ കിടിലായിട്ടുണ്ട് കേട്ടോ. ഏതിന് അവന്മാരൊക്കെ ജിയോങ്ങിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവനും, ഓക്കെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് തരാം, ഞാൻ നിങ്ങളുടെ ബോസ് ആകണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലാൻ നോക്കിയ ഈ കില്ലറിനെ നിങ്ങൾ കണ്ടെത്തണം. ഏതിന് അവനെ സ്കെച്ച് എടുത്ത് ഇവരുടെ അടുത്ത് കൊടുത്തുടനെ അവന്മാർ അടുത്ത സെക്കൻഡ് തന്നെ അവന്മാരെ കണ്ടുപിടിച്ചാരെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. കാരണം ഇപ്പൊ ജിയോങ്ങിന് അവന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവന്മാരുടെ സഹായത്തോടെ ആ കില്ലറിനെ കൊല്ലാൻ നോക്കുക. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് യങ്സി അവനോട് ദേഷ്യപ്പെടുന്നത്, ജിയോങ് ഞാൻ വിചാരിച്ച് നിന്റെ പവറൊക്കെ തിരിച്ചിട്ട് നീ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്ന്, പക്ഷെ ഇപ്പോഴും നീ അവളുടെ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, സത്യത്തിൽ നിനക്കൊരു മനുഷ്യനായിട്ട് മാറണോ, നീ ആരാ നീ മറക്കല്ല്, നീ ഒരു മികച്ച ഡീമൻ ആയിരുന്നു, അതുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യ്, അവളുടെ കാരണം നീ മനുഷ്യനായി പോകും. എന്നിട്ട് ഇവളും ദേഷ്യപ്പെടുമ്പോഴാണ് ജിയോങ് ഇതെല്ലാം കേട്ടിട്ട്, യങ്സി നീ ഒന്ന് മിണ്ടായിരിക്കാവോ, ഞാൻ ഡോഹി അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോകത്തില്ല, അവൾ എനിക്ക് ഇമ്പോർട്ടന്റാ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ നീ എനിക്ക് ഇമ്പോർട്ടന്റാ, നിന്റെ പവർ മൊത്തത്തിൽ പോയി നീ മൊത്തത്തിൽ പെട്ടുപോകുന്നത് എനിക്കും കണ്ടിരിക്കാൻ വയ്യ. എന്നിട്ട് അവൾ ഇവനെ കെയർ ചെയ്യുമ്പോഴാണ് അവൻ ഇതോടെ നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ വാൺ ചെയ്യും. അതിനുശേഷം അവള് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും, ഡോഹി കാരണം എന്തിനാ ഇവന്റെ പവറൊക്കെ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇത് കണ്ട് പാർക്കും, യങ്സി അവൻ അവൾ ഇഷ്ടമെന്ന് തോന്നെ, നമ്മളവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിഷ് ചെയ്തോടെ. എന്നിട്ട് ഇവനും അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഡോഹിയും അവളുടെ സെക്രട്ടറിയും കൂടെ ഒരേ ഒരു കപ്പേ ഡ്രിങ്ക് ചെയ്യത്തോളെന്ന് പറഞ്ഞ് രണ്ടുപേരും ഡീൽ ചെയ്ത് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവസാനം ഇവർ വന്ന് നിൽക്കുന്നത് ഫുള്ള് കുപ്പിയും തീർത്തിട്ടാണ്. അപ്പോഴാണ് ജിയോങ്ങും ഡോഹിയുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പം അവള് ബോധമില്ലാതെ കുടിച്ചിട്ട് ഇവനെ ഫോൺ വിളിക്കും, മൈ ഡിയർ ഹസ്ബൻഡ് നീ ഇപ്പൊ എവിടാ, ഞാനിവിടെ വഴി കിടക്കുക. എന്നിന് അവള് ലൊക്കേഷൻ പറഞ്ഞോടെ പെട്ടെന്ന് അവൻ അവിടേക്ക് വന്നിട്ട്, ഹണി നിന്റെ ഹസ്ബൻഡ് ഇവിടേക്ക് എത്തി. എന്നിന് അവന് വന്ന് നോക്കുമ്പോഴാണ് അവ രണ്ടുപേരും കൂടെ ബോധമില്ലാതെ ഓരോന്നെ കാണിച്ചോണ്ടിരിക്കും. ഡോഹി ഇപ്പൊ സന്തോഷത്തില്ല, അതുകൊണ്ട് ഫുള്ളും ഡ്രിങ്ക് ചെയ്ത് എന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. മെഷീൻ നിങ്ങളെന്നെ ക്ഷമിക്കുവോ, ഞാൻ നിങ്ങൾക്ക് ഓവർ ടൈം വർക്കൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ. എന്നിന് ഇവളെ അറിയുമ്പോഴാണ് അവരും, ഡോഹി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഓവർ ടൈം വർക്ക് തരും, കുഴപ്പമില്ല, അതിന് നീ എക്സ്ട്രാ പൈസ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കാം. എന്നിന് അവരും പറഞ്ഞിട്ട് ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോഹിയും, അയ്യോ നമ്മൾ എന്തിനാ ചിരിക്കുന്ന, ഇത് അത്രയ്ക്ക് വലിയ തമാശയായിരുന്നു. എന്നിന് അവര് ഓരോന്നെ കാണിച്ചു വിട്ടുമ്പോഴാണ് ഇത് കണ്ട് അവനും, ഡോഹി മോളെ നമുക്ക് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ അവസാനം നീ നാണം കിട്ടും. എന്നിന് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും, അയ്യോ ഇതാര് സൂര്യനോ, ഞാൻ വിചാരിച്ച് രാത്രിയാ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുന്നതെന്ന്, അതിനുമ്പ് വെളിച്ചം വന്നില്ല. എന്നിന് ഇവളും പറയുമ്പോഴാണ് പെട്ടെന്ന് സെക്രട്ടറി എഴുന്നേറ്റ്, അയ്യോ അതിനുമ്പ് സൂര്യൻ വന്നോ, എനിക്ക് വർക്കിന് പോകണം, അല്ലെങ്കിൽ ഡോഹിനെ കൊല്ലും. എന്നിന് അവരും പറഞ്ഞിട്ട് ഓടാൻ നോക്കുമ്പോഴാണ് ജിയോങ് അവരെ പിടിച്ച് അവിടെ ഇരുത്തുന്നത്. അതിനുശേഷം അവനും ഇവരെ രണ്ട് സഹിക്കാൻ പറ്റാതെ പാർക്കിനെ വിളിച്ച് മിഷിനെ ചെന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അതിനുശേഷം പാർക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോഴാണ് സെക്രട്ടറിയും പാർക്കിനെ കണ്ടിട്ട്, ഹായ് പാർക്ക് ഫോർക്യൂ, ശരി നീ ഫോർക്യൂന്ന് തന്നെ വിളിച്ചോ, മറ്റേത് വിളിക്കണ്ട, നമുക്ക് പോയാലോ. എന്നിനെ സെക്രട്ടറി വിളിച്ചോണ്ട് പാർക്ക് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഡോഹി അവനോട്, ഹബ്ബി എന്നെ പുറകെ ഇരുത്തി കുറച്ച് സമയം നടക്കാവോ. എന്നിന് ഇവൾ ഇവന്റെ പുറകെ കയറി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് വാൾക്ക് ചെയ്തോണ്ടിരിക്കും. അതേസമയം പാർക്ക് സെക്രട്ടറിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സെക്രട്ടറി ബോധമില്ലാത്തോണ്ട് വഴി ഫുള്ളും തെറ്റിച്ചാണ് പറയുന്നത്. അതോടെ പാർക്കും ടെൻഷനായി, എടി സത്യത്തിൽ നിന്റെ വീട് അവിടാ, നമ്മളേതാണ്ട് ബ്രിഡ്ജ് വന്ന് നിൽക്കുക, ഇവിടാണ് നിന്റെ വീട്. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും, എന്തുവാ ഇവിടെ എന്റെ വീടെന്നോ, ആര് പറഞ്ഞു, എന്റെ വീട് ഇവിടെ അങ്ങുമല്ല. എന്നിന് അവരും പറഞ്ഞിട്ട് വീഴാൻ നോക്കും. അപ്പോഴാണ് പാർക്കും പിടിച്ചെടുത്തിക്കൊണ്ട്, എങ്കിൽ പിന്നെ നിന്റെ വീട് എവിടാന്ന് പറയടി. എന്നിനെ പാർക്ക് ദേഷ്യപ്പെടുമ്പോഴാണ് അവരും, എന്റെ വീട് എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത്, നീ കള്ളനാണോ, ഞാനില്ലാത്ത സമയം നോക്കി വീട് കക്കാൻ. അയ്യോ ഞാൻ കള്ളനൊന്നല്ല, എന്റെ ബോസ് പറഞ്ഞോണ്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വന്നേ, അല്ലാതെ നിന്നെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു. എന്നിന്റെ പാർക്ക് പറയുമ്പോഴാണ് അവരും, ഓ അപ്പൊ നീ നല്ല പയ്യനാ. എന്നിന് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ്
പാർക്ക് നോക്കുമ്പോൾ ഫുൾ മുണ്ടേ വരുന്ന പോലെ തോന്നും. അതോടെ അവനെടുത്ത് മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇനി 2 ദിവസം കൂടെ ഉള്ളു ഫുൾ മുണ്ടേ വരാൻ. അങ്ങനെ ഇത് കണ്ട് ജിയോങ്ങിന്റെ പവേഴ്സ് എന്ന് തിരിച്ചിട്ടുന്ന സമ്മാനിച്ചിരിക്കുമ്പോഴാണ് പാർക്ക് താഴേക്ക് നോക്കുമ്പോൾ സെക്രട്ടറി പിടിക്കാത്തോണ്ട് തറയിലേക്ക് വീണാണ്. അതിനുശേഷം എങ്ങനെയൊക്കെ വീണ്ടും അവർ എഴുന്നേറ്റ് അഡ്രസ്സ് കറക്റ്റായിട്ട് ചോദിച്ച് വീട്ടിൽ കൊണ്ടാക്കും. അതേസമയം പോലീസും ജിയോങ് വരച്ചെന്ന സ്കെച്ച് ഫുള്ളും അവരുടെ സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ആ കില്ലറിന്റെ പഴയ റെക്കോർഡൊക്കെ അതിനകത്ത് കാണുന്നത്. എന്നിട്ട് ഇപ്പൊ ആ കില്ലറും പെട്രോളും വാങ്ങിച്ച് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ബോസ് നിങ്ങൾ എന്തിനാ പെട്രോളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞ? ആ ജിയോങ്ങിനെ കത്തിക്കാനാണോ? ഹോ, ആ ഡീമനെക്കാരി സത്യം പറഞ്ഞ മനുഷ്യരാ ബെസ്റ്റ്. അവർക്ക് വേണേ ദൈവമാകാം, ഡീമണാകാം, അല്ലെങ്കിൽ ഡെവിലാകാം. ഇങ്ങനെ മനുഷ്യർക്ക് കുറെ ചോയ്സ് ഉള്ള. എന്നിട്ട് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഇവന്റെ ബോസും കഴിച്ച് കില്ലറിനെ കൊല്ലാൻ നോക്കും. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് ഇവനെ പറഞ്ഞയക്കുന്നത് വേറെ ആരുമല്ല, ഡൊക്യോങ്ങിന്റെ അച്ഛനാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഡൊക്യോങ് ആയിരിക്കുമെന്ന്. പക്ഷെ ഇതിന്റെ എല്ലാം പറയുള്ളത് ഡൊക്യോങ്ങിന്റെ അച്ഛൻ. അതിനുശേഷം ഡൊക്യോങ്ങിന്റെ അച്ഛൻ ഇപ്പൊ എന്തിനാ കില്ലറിനെ കൊല്ലാൻ നോക്കുന്ന വെച്ചാൽ ജിയോങ് ഇവന്റെ ഫേസ് കണ്ടാണ്. ഒരുശേഷം ജിയോങ് കില്ലറിനെ അന്വേഷിച്ച് വന്ന ഇയാള് പിടിയിലാന്ന് പറഞ്ഞാണ് ഇപ്പൊ കില്ലറിനെ കൊല്ലാൻ നോക്കുന്നത്. അതിനുശേഷം കില്ലറും പേടിച്ച് അവിടെ നിന്ന് പോയിട്ട്, ഓ നാണില്ലാത്തവനെ, നീ എന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നോ? നീ പറഞ്ഞൊക്കെ ചെയ്തും പോരാ, എന്നാലേ ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞേക്കാം, എന്നെ ജയിലിൽ നീ പുറത്തെടുത്തതിന്. അതിനു വേണ്ടി നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ അവസാനം എന്നെ കൊല്ലാൻ നോക്കുന്നു. ഓ എന്റെ കഴുത്ത്. ഏതിന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പുറത്തിരുന്ന് പെട്രോളൊക്കെ അകത്തേക്ക് വരാൻ തുടങ്ങും. അതിനെ ശിവനും പേടിച്ച് ആ ഡോറിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തിരുന്ന അയാളും ലൈറ്റർ എത്തിച്ച് ഇവനെ ഫുള്ളും കത്തിച്ച് കളയാൻ നോക്കും. അതോടെ കില്ലറും പേടിച്ച് ഡോർ ഇറക്കാൻ നോക്കുമ്പോഴാണ് അയാളും പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ആ കില്ലറും ആ തീപ്പെട്ട് തന്നെ മരിച്ചു പോകും. അങ്ങനെ ഇവൻ കരയെന്നൊക്കെ ഡൊക്യൂങ്ങിന്റെ അച്ഛനെ കണ്ട് സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് മാഡം ജോ സംസാരിച്ചത് ഡൊക്യൂങ്ങിന്റെ അച്ഛന്റെ അടുത്താണ്, മറ്റേ ഫിനാൻഷ്യൽ ടീമിലെ ഹെഡിനെ കൊന്നതിനെ കുറിച്ച്. അതിനുശേഷം ഇവരെ കണ്ട് വെറുത്തുപോയി അവസാനം ആ ഗുളിക മാറ്റി മാഡം ജോയെ കൊന്നത് സ്വന്തം മോൻ തന്നെയാ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഒരു ഡെവിലിനെ പോലെ ഡൊക്യൂങ്ങിന്റെ അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഡോഹിൻ ജിയോയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസും ഡോഹിക്ക് ഫോൺ വിളിച്ച് മറ്റേ കില്ലർ അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് പറയും. അതേസമയം ജിയോങ്ങിന് അവന്റെ ടീമും ഫോൺ വിളിച്ച് ഈ കാര്യം പറയും. അതിനുശേഷം പോലീസ് എല്ലാവരും കൂടെ ആ കില്ലറിന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അത് മൊത്തത്തിൽ കത്തി നശിച്ചു കിടക്കുന്നത്. അതിനുശേഷം അകത്ത് ആ കില്ലറിന്റെ ബോഡിക്കകത്ത് ജിയോങ്ങിനെ കുത്തി കൊന്ന പോലെ ആ കത്തി നെഞ്ചിനകത്ത് ഇറക്കിയേക്കും. അതിനുശേഷം പോലീസ് ഈ കാര്യമെല്ലാം ഇവരോടൊന്ന് പറയും. മാം, നിങ്ങളെ കൊല്ലാൻ നോക്കിയ കില്ലർ മരിച്ചുപോയി, പക്ഷെ ഇതിന്റെ പുറകെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് സംശയമുള്ള. കാരണം അവന്റെ നെഞ്ചിനകത്ത് ഒരു കത്തി ഇറക്കി നിങ്ങൾക്കൊരു മെസ്സേജ് ആയിരുന്ന പോലെ എനിക്ക് തോന്നിയ. ഏതിനെ ചീഫും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവരും കുറച്ച് കൺഫ്യൂസ് ആയി ആ കില്ലറിന്റെ പുറകെ ആരാ ഉള്ളതെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് സിയോഗം വന്നിട്ട്, ഡോഹി ആ കില്ലർ മരിച്ചെന്ന് അറിഞ്ഞല്ലേ, സത്യമാണോ? ഏതിന് ഇവൻ ചോദിക്കും. അങ്ങനെ അവളും കില്ലർ മരിച്ചെന്ന് അവനോട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ജിയോങ്ങിനെ ഇവിടുന്ന് ഡൗട്ട് അടിച്ചിട്ട് അവളെ സിയോഗിന്റെ കൂടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിയോങ്ങും അവന്റെ റൂം ഫുള്ളും തപ്പിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് പാർക്ക് അടുത്തേക്ക് വന്നിട്ട്, ബോസ് നിങ്ങൾ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ആ കില്ലർ മരിച്ചില്ലേ, ഇനി എന്തോ പ്രശ്നം? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ജിയോങ്ങും ആ കില്ലർ ഒളിപ്പിച്ച് വെച്ച മൈക്ക് എടുത്തിട്ട്, ആ ചുമ്മാതല്ല അവൻ മരിച്ചുപോയ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർ കേട്ടോണ്ടിരുന്ന. അതിനർത്ഥം ഞാൻ ഗസ് ചെയ്ത പോലെ ഞാൻ ആ കില്ലറിന്റെ ഫേസിനെ കണ്ടെന്ന് അവരറിഞ്ഞാണ്. അത് ആ കില്ലറിനെ പറഞ്ഞേക്കുന്ന വ്യക്തി അവനെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവനെ കൊന്നത്. അപ്പൊ സത്യത്തിൽ ഇവനെ പുറകെ വേറെ ആരോ ഉണ്ട്. ഏതിന് അവനെ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം സിയോക്കും ഡോഹി വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോഴാണ് അവനും ചോദിക്കുന്നത്, ഡോഹി സത്യത്തിൽ പ്രശ്നമെല്ലാം തീർന്നാണോ നീ വിചാരിക്കുന്നത്? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ആ പിന്നല്ലാതെന്തോ, ആ കില്ലർ മരിച്ചില്ല, ഇനി പ്രശ്നമൊന്നും വരത്തില്ല. ഏതിന് ഇവളും അറിയും. അപ്പോഴാണ് ഇവനും ജിയോങ്ങിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്, ഡോഹി നിങ്ങൾ എങ്ങനെ ആ കില്ലറിനെ കണ്ടുപിടിച്ച? അവന്റെ ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതോ, ജിയോങ്ങിനെ കൊല്ലാൻ നോക്കിയപ്പം അവൻ അവന്റെ ഫേസ് ഉണ്ടായിരുന്നു, അതും വെച്ചാൽ ഞങ്ങൾ ആ കില്ലറിനെ കണ്ടുപിടിച്ചത്. ഏതിന് ഇവള് പറഞ്ഞോടെ അവനും, ഓ അപ്പൊ അവനാ ആ കില്ലറിനെ കണ്ടുപിടിച്ചല്ലേ? ഡോഹി നിനക്ക് ആ ജിയോങ്ങിനെ എത്രമാത്രം വിശ്വാസമുണ്ട്? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവൾക്ക് ഇത് പിടികിട്ടി. സിയോക്ക് നീ അവനെ സംശയപ്പെടുവാണോ? നീ വിചാരിക്കുന്ന പോലെ ആ കില്ലറിന്റെ പുറകിൽ ഇവനൊന്നില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, അല്ല ഒരുപക്ഷെ. ഏതിന് ഇവനും പറയുമ്പോ തന്നെ അവൾ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇനി ജിയോങ്ങിനെ സംശയപ്പെടേണ്ടെന്ന് പറയും. അതിനുശേഷം ജിയോങ്ങും ആ മൈക്ക് കൊടുത്തിട്ട് ഇതും കൊണ്ട് ആ കില്ലറിന്റെ പുറകെയുള്ള ആളിനെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് പാർക്കും ടെൻഷനായി. ബോസ് നിങ്ങൾ ആദ്യം ഈ പ്രശ്നമൊക്കെ മാറ്റി വെക്കി, ഇനി ഒരു ദിവസം കൂടെ ഉള്ളു ഫുൾ മുണ്ടേ വരാൻ. നിങ്ങളുടെ പവർ ഇട്ടതിന് ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തോ, അതുവരെ ഒന്ന് സമ്മാനം തിരികെ. കാരണം അവരറിഞ്ഞാണ് നിങ്ങളുടെ പവർ ഒന്നും ഇപ്പം വർക്കിംഗ് അല്ലെന്ന്. നാളെ ഒറ്റ ദിവസം മാത്രം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഏതിന് ഇവനും പറയുമ്പോഴാണ് പെട്ടെന്ന് ജിയോങ്ങും ആ ക്ലോക്കൊക്കെ നോക്കി ഷോക്കായി. ഇതെന്തോ പറ്റി, ഇതിന്റെ സമയമൊക്കെ എപ്പോഴാണ് നിന്ന്? ഏതിന് അവനും അത് ഷോക്കായി നോക്കും. കാരണം എപ്പോഴും ആ ക്ലോക്കിനകത്ത് ഓരോ കോൺട്രാക്ട് തീരുന്ന സമയമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അതെല്ലാം നിന്നിരിക്കുവാണ്. അതോടെ അവന് കൺഫ്യൂസ് ആയി. അവൻ അവസാനമായിട്ട് കോൺട്രാക്ട് ഇട്ട് ആ ലേഡിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവരുടെ മോള് ജീവിക്കാൻ വേണ്ടിയാണ് ജിയോങ്ങിനെ അടുത്ത് കോൺട്രാക്ട് ഇട്ടത്. പക്ഷെ ഇപ്പൊ ആ മോള് മരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി കിടക്കുക. ഇതോടെ ജിയോങ് മൊത്തം ടെൻഷനായി. ആ ക്ലോക്ക് നിന്നതിന്റെ കാരണം അവന്റെ കോൺട്രാക്ട് ഇപ്പൊ നിലവിലില്ലെന്നാണ് അർത്ഥം. അതായത് ഇവന്റെ പവർ ഒന്നും ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് അവന് പിടികിട്ടുന്നത് സത്യത്തിൽ ഡോഹിയെ ടച്ച് ചെയ്യുമ്പോൾ അവന്റെ പവർ വർക്ക് ചെയ്യാത്തല്ല, അവന്റെ പവർ മൊത്തത്തിൽ നഷ്ടപ്പെടുവാന്ന്. അതിനുശേഷം അവനും തിരിച്ച് വീട്ടിലേക്ക് നോക്കുമ്പോൾ അവൻ ഇതുവരെ ഇട്ട എല്ലാ കോൺട്രാക്റ്റും മൊത്തത്തിൽ കത്തി നശിച്ചു പോകും. ഇതൊക്കെ കണ്ട് അവന് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അവന്റെ പവർ മൊത്തത്തിൽ പോയെന്ന് പറഞ്ഞ്
എന്നിട്ട് ഇപ്പൊ ഇതറിയാൻ വേണ്ടി ഇവൻ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആ ലേഡിയെ കാണാൻ വേണ്ടി സബ്വേയിലേക്ക് പോകും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് അവരും എന്തോ പറ്റി, നീ മൊത്തത്തിൽ മനുഷ്യനായ ഏതിന് അവരും അറിയുമ്പോഴാണ് അവനും എനിക്കറിയാം നിങ്ങളൊരു സാധാരണ മനുഷ്യൊന്നല്ലെന്ന്, എന്റെ പവേഴ്സിനൊക്കെ എന്തോ പറ്റി നിങ്ങൾക്കറിയാലോ എന്നോട് പറ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും പറയാം പക്ഷെ ഫ്രീ ആയിട്ടല്ല. ഏതിന് അവനെ വിളിച്ചോണ്ട് ഒരു ഫേമസ് ആയ ബാറിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ബോഡി ഗാർഡ്സും സ്റ്റാഫ് എല്ലാവരും കൂടെ ഇവർക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ ഇത് കണ്ട് അവനൊന്നും മനസ്സിലാവാതെ നിങ്ങളുടെ വേഷമൊക്കെ കണ്ടിട്ട് മനുഷ്യരൊന്നും സത്യം പറഞ്ഞ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെ ഇവരൊക്കെ നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നത്. ഏതിന് ഇവൻ സംശയപ്പെടുമ്പോഴാണ് അവരും ആർക്കറിയാം ചിലപ്പോ ഇവരൊക്കെ എന്റെ അകത്തുള്ള ആ വ്യക്തിയെ കണ്ടാണ്, അതുകൊണ്ടായിരിക്കും എന്നോട് നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുന്നത്. ഏതിന് അവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഇവരെ കാണുമ്പം റിച്ച് ആയിട്ട് ഫീൽ കിട്ടും. പക്ഷെ ജിയോങ്ങിന് മാത്രമാണ് ഇവരെ കാണുമ്പം ഭിക്ഷക്കാരായിട്ട് തോന്നുന്നത്, കാരണം ഇവരാണ് ദൈവം. അപ്പോഴാണ് അവനും ഇങ്ങനത്തെ പ്ലേസിലൊക്കെ സംസാരിക്കണം ചോദിക്കുമ്പം അവര് പെട്ടെന്ന് ജിയോങ്ങിനെ പോലെ പവർ യൂസ് ചെയ്ത് എങ്കിൽ പിന്നെ വേറെ സ്ഥലം ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് കുറെ പ്ലേസ് ഇങ്ങനെ മാറ്റും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് അവൻ മൊത്തത്തിൽ അമ്പരന്ന് പോയി. സത്യം പറ നിങ്ങൾ ആരാ, എന്തിന് ഇത്ര ഷോക്കാന്ന്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും, കാരണം ഞാനാ നിനക്ക് പവേഴ്സ് എല്ലാം തന്നെ, അതിനർത്ഥം നിങ്ങളാണ് ദൈവം എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും എന്നെ പലരും യൂണിവേഴ്സ് എന്ന് വിളിക്കും, ചിലവരൊക്കെ ടൈം എന്ന് വിളിക്കും, പക്ഷെ കോമൺ ആയിട്ട് എനിക്കുള്ള പേര് ദൈവം, അതായത് ഗോഡ്. ഗോഡ് ഈസ് എവരിവെയർ എന്നിന് ഇവരും പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്റെ പവർ തിരിച്ചു തരാൻ പറ്റത്തില്ല എന്നിന് ഇവൻ ചോദിക്കും. അപ്പോഴാണ് അവരും ഞാനെങ്ങനെ തിരിച്ചു തരാനാ, കാരണം ഞാനല്ല നിന്റെ പവേഴ്സ് ഒക്കെ എടുത്ത്. ഏതിന് അവര് പറഞ്ഞോടെ അവനും പിന്നെ എന്റെ പവേഴ്സ് ഒക്കെ എങ്ങനെ നഷ്ടപ്പെട്ട, ഞാൻ കോൺട്രാക്ട് ഒക്കെ സമയത്തിന് ചെയ്യുന്നുണ്ടല്ലേ. ഏതിന് ഇവനും ചോദ്യം ചെയ്യുമ്പോഴാണ് അവരും പറയുന്നത് നിന്റെ കോൺട്രാക്ട് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, കാരണം എന്തോ നിനക്ക് തന്നെ അറിയാം നിന്റെ പവർ ഇപ്പോ നിന്റെ കയ്യിലല്ല, അതുകൊണ്ട് തന്നെ നിന്റെ പവർ നഷ്ടപ്പെട്ട്, സോ നിനക്കറിയാവുന്ന പോലെ നീ മരിക്കാൻ പോവുക. ഏതിന് ഇവരും പറയുന്ന അതേസമയം ഇപ്പൊ സിയോക്കിനെ കാണിക്കുവാണ്, അവന് ജിയോങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടി യങ് സിയെ ചെന്ന് മീറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് ഡോഹിയോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇത്ര റിസ്ക് എടുത്ത് എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നേക്കുന്നത്, കാരണം ഈ റീസൺ ഞാൻ ജിയോങ്ങിനോട് പറഞ്ഞ നിന്റെ ലൈഫിന് ഡേഞ്ചർ ആണെന്ന് നിനക്ക് തന്നെ അറിയാം, എന്നിട്ട് നീ ധൈര്യത്തോടെ എന്നോട് ചോദിക്കാൻ വന്നേക്കുക. എനിക്ക് ഡോഹി എന്റെ ഫാമിലിയെ പോലെ, അവളുടെ ലൈഫിന് ഡേഞ്ചർ വരുന്ന കാര്യം ഞാൻ ഒന്നിങ്ങനെ നോക്കി നിൽക്കത്തില്ല, അതുകൊണ്ട് എന്നോട് സത്യം പറ ജിയോങ് സത്യത്തിൽ ആരാ, അവനൊരു മനുഷ്യനല്ലെന്ന് എനിക്കറിയാം. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും അവനൊരു ഡീമനാ, നമ്മളൊക്കെ ഭൂതം എന്ന് വിളിക്കും. ഏതിന് ഇവളെല്ലാ സത്യം സിയോക്കിനോട് പറയും. അപ്പോഴാണ് അതേസമയം ജിയോങ് അവന്റെ പവേഴ്സ് ഒക്കെ പിന്നെ എങ്ങനെ തിരിച്ചിട്ടുന്നതെന്ന് അവരോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗോഡ് അവനോട് പറയുന്നത് ജിയോങ് നിനക്ക് നിന്റെ പവേഴ്സ് ഒക്കെ തിരിച്ചിട്ടണമെങ്കിൽ അതിനവൾ മരിക്കണം. ഏതിന് അവരും പറഞ്ഞോടെ ഇത് കേട്ട് ഇവനും മൊത്തം ഷോക്കാകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. They say that I'm on the road, maybe I just lost control. These nights keep on taking toll. Find me out here on my own. They say that I'm on the road, maybe I just lost control. These nights keep on taking toll. Find me